ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചാൾ നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഓറഞ്ച് പൊസറ്റ്. ഞാൻ മധുരം അധികം പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളാണ്, പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് കഴിക്കണമെന്ന് തോന്നിട്ടോ. അപ്പൊ നമുക്ക് ട്രൈ ചെയ്താലോ, ലെറ്റ്സ് ഗോ. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 6 മധുരമുള്ള മാൻഡറിൻ ഓറഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് ഒരു ഓറഞ്ചിന്റെ സെസ്റ്റ് എടുക്കണം കേട്ടോ. എന്റെ കയ്യിൽ സെസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കുരുകുരായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ഓറഞ്ചിന്റെ നടുക്കുന്ന മുറിച്ചിട്ട് കൈഫ് കൊണ്ട് ഓറഞ്ചിന്റെ കണക്കായക്കണ ഭാഗം ഒന്ന് കീറി കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് ഓറഞ്ച് പുറത്തോട്ട് എടുക്കാം കേട്ടോ. ഈ ഷെല്ല് നമുക്ക് ആവശ്യമുണ്ട്, അത് മാറ്റി വെക്കാം. ഈ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഓറഞ്ച് നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് അതിന്റെ ജ്യൂസ് എടുക്കാം കേട്ടോ. കുറച്ച് ഓറഞ്ച് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഗാർണിഷിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എനിക്ക് കറക്റ്റ് 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയോ ഇഷ്ടമുള്ള സ്വീറ്റ്നറോ ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച ഓറഞ്ച് സെസ്റ്റ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ വാനില എസൻസ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 3 കപ്പ് 35% വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബോയിലാക്കിയിട്ട് ചൂടാറി കഴിയുമ്പോൾ ബ്ലെൻഡ് ചെയ്ത ഓറഞ്ച് ജ്യൂസ് പതുക്കെ വിസ്ക് ചെയ്തുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി സിമ്മറിൽ ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് തിക്കായി വരുമ്പോൾ ഒരു ബൗളിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിന്റെ ചൂടൊക്കെ ആറി കഴിയുമ്പോൾ നമ്മുടെ ഓറഞ്ചിന്റെ ഷെല്ലുകളിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് 1/2 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ നല്ല സെറ്റ് ആയിട്ട് ഒരു ഐസ്ക്രീമിന്റെ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗാർണിഷിന് ഒരു ഭംഗിക്കായിട്ട് ഒരു ലൈമിന്റെ പീൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നല്ല ഫൈനായിട്ട് ജൂലിൻ ചെയ്ത് ഒരു നോട്ട് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു ആവശ്യമില്ല, ഒരു മിന്റ് ലീഫ് ആണെങ്കിലും മതി കേട്ടോ. അപ്പൊ അത്രയുള്ള സംഭവം. ഗാർണിഷിനായിട്ട് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത ഓറഞ്ചും പിന്നെ ലൈമിന്റെ നോട്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. എളുപ്പം പരിപാടിയല്ലേ. ശരിക്കും എനിക്ക് ഓറഞ്ച് ഐസ്ക്രീം ഒക്കെ കഴിക്കണ പോലെ കേട്ടോ തോന്നിയത്. കോരി എടുത്തിട്ടുണ്ടല്ലോ. ഓ അടിപൊളിട്ടോ. നിങ്ങൾ ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ മധുരം അങ്ങനെ അധികം പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളാണ്, പക്ഷെ ഇത് കണ്ടപ്പോൾ ഒന്ന് കഴിക്കണമെന്ന് തോന്നിട്ടോ, അതാണ് അങ്ങനെ ഉണ്ടാക്കിയതാണ്. നല്ല മധുരമുള്ള ഓറഞ്ച് ഇട്ടുവാണെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ ഇട്ടോ. അപ്പൊ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോ ശരി.